ഡൽഹിയിൽ മൂടൽ മഞ്ഞ് കനക്കുന്നുണ്ട് കേട്ടോ. നഗരത്തിൽ ദൃശ്യപരിധി 25 മീറ്ററായി താഴ്ന്നു. വ്യോമ ട്രെയിൻ ഗതാഗതത്തെ മൂടൽമഞ്ഞ് ബാധിച്ചു. പാലം, വിമാന മേഖലകളിൽ ദൃശ്യപരിധി 0 അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. ദൃശ്യപരിധി വളരെയേറെ കുറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. 25 മീറ്റർ മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നു. രാവിലെ എങ്ങനെയുണ്ട് തണുപ്പ്? മാത്രമല്ല, ഈ ഗതാഗതത്തെയും നിത്യജീവിതത്തെയും ഒക്കെ ഇതെങ്ങനെ ബാധിച്ചിട്ടുണ്ട് അർജുൻ? ഗുഡ് മോർണിംഗ്. നല്ല തണുപ്പാണ്, നല്ല മൂടൽ മഞ്ഞാണ്. ഞാനിവിടെ നിൽക്കുന്നത് ഡൽഹിയിലെ കോണോട്ട് പ്ലേസിൻ്റെ ഔട്ടർ സർക്കിളാണ്. നമ്മുടെയൊക്കെ ഓഫീസുള്ളത് ഇവിടെയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് വ്യക്തമാണ്. അതായത് 25 മീറ്ററിന് താഴെ ഇവിടെ ദൃശ്യപരിധിയുള്ളൂ. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നത് അത്രയും മൂടൽ മഞ്ഞാണെന്ന് പറയാൻ സാധിക്കും. ആളുകളൊക്കെ ഓഫീസിലേക്ക് പോകുന്ന സമയമാണ്. അങ്ങനെ പല ആളുകളും വരുമ്പോൾ ഇത്രയധികം മൂടൽ മഞ്ഞ് ഉണ്ടായിരിക്കുന്നു. അതെല്ലാം വീഡിയോ എടുത്ത് പോകുന്ന ആളുകളൊക്കെ ഞാൻ കണ്ടു. നഗരത്തിൽ 0 അടുത്ത് നിൽക്കുന്നു ഈ ദൃശ്യപരിധി എന്നുള്ളതാണ്. നോക്കൂ, വാഹനങ്ങളൊക്കെ പോകുന്നത് ഹസാർഡ് ലൈറ്റുകളും ഹെഡ് ലൈറ്റുകളും എല്ലാം കത്തിച്ചിട്ടിട്ടാണ്. അതല്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കടുത്ത ജാഗ്രതയിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കുന്നത്. ആളുകളും അതേ ജാഗ്രതയിൽ തന്നെ റോഡുകൾ മുറിച്ചു കടക്കുന്നു, റോഡുകളിലൂടെ മുന്നോട്ട് പോകുന്നു. ഈ സീസണിൽ, ഈ ശീതകാലത്തിൽ ഡൽഹി അനുഭവപ്പെടുന്ന ഏറ്റവും കനത്ത മൂടൽമഞ്ഞാണ് ഇന്നുണ്ടായിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ താപനിലയുള്ളത് 9 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും അനുഭവപ്പെടുന്നുണ്ട്. വ്യോമ ഗതാഗതത്തെയും ട്രെയിൻ ഗതാഗതത്തെയും എല്ലാം ബാധിച്ചിരിക്കുന്നു. ഈ പാലം, വിമാനത്താവള മേഖല എന്ന് പറയുന്നത് ഇത്രയേറെ കുറഞ്ഞിരിക്കുന്നത് റോഡ് ഗതാഗതത്തിൽ അപകടങ്ങൾക്കൊക്കെ സാധ്യതയില്ലേ അർജുൻ? അത്തരത്തിൽ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ റോഡ് മുറിച്ചു കിടക്കുന്ന ആ വനിതയൊക്കെ ദൃശ്യങ്ങളിൽ കണ്ടു. വലിയ ആശങ്ക തോന്നുന്നു അത് കാണുമ്പോൾ. മോദി, തീർച്ചയായിട്ടും ഈ മൂടൽമഞ്ഞ് ഉണ്ടാകുന്ന സമയത്ത് ഡൽഹിയിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത്. അതായത് ഒരു വാഹനം ഇടിച്ച് റോഡിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നാലെ എന്താണ് സംഭവിച്ചതെന്ന് കാണാതെ ഒരുപാട് വാഹനങ്ങൾ വന്ന് പിന്നാലെ ഇടിക്കുന്ന കാഴ്ചകൾ സ്ഥിരമായിട്ട് ഈ ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ഡൽഹിയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇന്ന് സമാനമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം അത്തരത്തിലാണ് മൂടൽമഞ്ഞ് ഈ അന്തരീക്ഷത്തിൽ ആകെയുള്ളത്. ഡൽഹിയെ പുതച്ചു മൂടിയിരിക്കുകയാണ് ഈ മൂടൽമഞ്ഞ് എന്ന് പറയാൻ സാധിക്കും. ഹസാർഡ് ലൈറ്റുകൾ കത്തിച്ചിട്ടുണ്ട്, ഹെഡ് ലൈറ്റുകൾ കത്തിച്ചിട്ടുണ്ട്. അങ്ങനെ മാത്രമേ വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. മാത്രമല്ല, ഒരു വേഗതയും, പരമാവധി വേഗത എന്ന് പറയുന്നത് 40 km/h ആണ്. അതിന് മുകളിലോട്ട് വാഹനങ്ങൾ പോകരുത് എന്നുള്ളൊരു നിർദ്ദേശവും സർക്കാർ നൽകിയിട്ടുണ്ട്. കാരണം അപകടം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ആളുകൾ ഒരുപാട് റോഡ് മുറിച്ച് കടക്കുന്നുണ്ട്. അവരുടെ എല്ലാം സുരക്ഷ നോക്കണം. വാഹനങ്ങളിലെയും വാഹന യാത്രക്കാരുടെയും എല്ലാം സുരക്ഷ നോക്കണം. അതുകൊണ്ട് തന്നെ റോഡ് ഗതാഗതം വലിയ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു. ട്രെയിനുകൾ, കേരളത്തിൽ നിന്ന് വരുന്ന ട്രെയിനുകൾ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശിൽ നിന്നെല്ലാം തന്നെ ഡൽഹിക്കകത്തേക്ക് വരുന്ന ട്രെയിനുകൾ ഡൽഹിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പലയിടത്തും പിടിച്ചിട്ടിരിക്കുകയാണ്. ഏകദേശം 100-ലധികം ട്രെയിനുകളാണ് ഇപ്പോൾ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിക്കകത്തു നിന്നും ട്രെയിനുകൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഇതിനോടകം തന്നെ 70-ലധികം വിമാന സർവീസുകളെ ഈ മൂടൽമഞ്ഞ് ബാധിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ, ഇന്ന് 5 മണി 6 മണിയോടുകൂടിയാണ് വിമാനത്താവള അധികൃതർ ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് വിമാനങ്ങളുടെ സമയക്രമം നേരത്തെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം എയർപോർട്ടിലേക്ക് വന്നാൽ മതി എന്നത്. 1 മണിക്കൂറാണ് ആവറേജ് ഡിലേ ഇപ്പോൾ ഈ എയർക്രാഫ്റ്റ് സർവൈലൻസ് സിസ്റ്റത്തിൽ നിലവിൽ കാണിച്ചിട്ടുള്ളത്. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഡൽഹിക്ക് അകത്തേക്ക് വരുന്ന വിമാനങ്ങൾ മറ്റ് എയർപോർട്ടുകളിലേക്ക്, അതായത് അമൃത്സർ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു. ശരി അർജുൻ, ഏതായാലും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ദൃശ്യങ്ങളിൽ കണ്ടില്ലേ എന്ന് അർജുൻ ചോദിക്കുമ്പോഴും പല സമയത്തും ദൃശ്യങ്ങളിൽ ഒരു മൂടൽമഞ്ഞ് മാത്രമാണ് നമ്മൾ കണ്ടതല്ലേ പ്രേക്ഷകരെ? ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അത്രയധികം ദൃശ്യപരിധി കുറഞ്ഞിരിക്കുന്നു. വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാലാവസ്ഥയാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്ന ഒരു പകൽ രാവിലെയാണ് ഇന്ന് അർജുൻ അവിടെ നിൽക്കുന്നതെന്ന് കൂടി പങ്കുവച്ചല്ലോ. എത്രയും ബുദ്ധിമുട്ടായിരിക്കും അവിടുത്തെ ജീവിതം എന്ന് മനസ്സിലാക്കാം. നമ്മുടെയൊക്കെ മലയാളികൾ പലരുടെയും ബന്ധുക്കളടക്കമുള്ളവർ അവിടെ ഉണ്ടാവും അല്ലേ? അവിടെ ഇരുന്ന് വേക്കപ്പ് കേരള കാണുന്നവരും ഉണ്ടാവും. ജാഗ്രതയോടെ ഇരിക്കുക, സുരക്ഷയോടെ ഇരിക്കുക. വാഹനം ഓടിക്കുന്ന സമയത്ത്, റോഡിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തും ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ.